അതിശയകരമായ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ പലതും വെളിച്ചത്ത് കൊണ്ടുവന്ന ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. തമോഗർത്തങ്ങളെ പറ്റിയും ബിഗ് ബാങ്കിനെ പറ്റിയും ക്വാണ്ടം ഗ്രാവിറ്റിയെ പറ്റിയും അദ്ദേഹം നടത്തിയ കണ്ടെത്തലുകൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ പല കാഴ്ചപ്പാടുകളുടെയും തിരുത്തലായി. ചലിക്കാനോ സംസാരിക്കാനോ കഴിയാതെ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം സൗരയൂഥത്തിനപ്പുറം ചിന്തിച്ചത്. കാംബ്രിഡ്ജിലെ പഠനകാലത്ത് തന്നെ അമട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന രോഗം അദ്ദേഹത്തിനുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടിരുന്നു. ശരീരത്തിലെ പേശികളെ തളർത്തുന്ന രോഗാവസ്ഥയാണിത്. പതിയെ ഓരോ ഭാഗമായി തളർന്ന് രോഗി പാരാലിസിസിലേക്ക് വീഴും. രോഗനിർണയം നടത്തി അടുത്ത വർഷമാണ് ഹോക്കിംഗ് ജെയിൻ വെൽഡിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയുടെ ഭീകരത തിരിച്ചറിഞ്ഞിട്ടും ജെയിൻ അദ്ദേഹത്തെ പിരിയാൻ കൂട്ടാക്കിയില്ല. 1965 സ്റ്റീഫൻ ഹോക്കിംഗ് ജെയിൻ വിവാഹം. പ്രണയനിർഭരമായ വിവാഹമായിരുന്നു അവരുടേത്. സന്തോഷകരമായ ദാമ്പത്യത്തിൽ 3 കുഞ്ഞുങ്ങളും പിറന്നു. പക്ഷേ എല്ലാ ആനന്ദങ്ങൾക്കും പിന്നിൽ രോഗം പതിയിരിക്കുന്നുണ്ടായിരുന്നു. പതിയെ അത് ഹോക്കിങ്ങിനെ തന്റെ വരുതിയിലാക്കി. അദ്ദേഹത്തിന് ചലനശേഷിയും സംസാരശേഷിയും നഷ്ടമായി. ജീവിതം വീൽചെയറിലേക്ക് മാറുകയായിരുന്നു. ആശയവിനിമയത്തിന് സാങ്കേതിക സഹായം വേണ്ടി വന്നു. ഓരോ കണ്ടുപിടുത്തങ്ങളും ഹോക്കിങ്ങിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. ഹോക്കിങ്സിന് പഠനത്തിലും ഗവേഷണത്തിലും പൂർണ്ണ ശ്രദ്ധ കിട്ടാൻ അവൾ തന്നാലാകുന്നതെല്ലാം ചെയ്തു. ഹോക്കിംഗ് ലോകത്തെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിലും ശാസ്ത്ര കോൺഫറൻസുകളിലും അതിഥിയായി. വിശ്രമമില്ലാത്ത ആ ജീവിതത്തിൽ ജെയിൻ നിഴലായി മാറി. ജെയിൻ സ്വന്തം ഗവേഷണത്തിനും സംഗീതത്തിനും സമയം കണ്ടെത്തുന്നത് കേംബ്രിഡ്ജിൽ സ്ഥിരതാമസമാക്കിയതോടെയാണ്. കടുത്ത ക്രൈസ്തവ വിശ്വാസിയായിരുന്നു ജെയിൻ. പള്ളിയിലെ ക്വയർ സംഘത്തിന്റെ ഭാഗമായി ജെയിൻ അവിടെ വെച്ച് ഹെല്ലിയർ ജോൺസിനെ പരിചയപ്പെട്ടു. അയാൾ അവരുടെ പ്രതിസന്ധികൾ ഉൾക്കൊള്ളുകയും താങ്ങുകയും ചെയ്തു. അതൊരു പ്രണയത്തിന്റെ തുടക്കമായിരുന്നു. പക്ഷേ ഹോക്കിങ്ങിനോടുള്ള സ്നേഹത്തിനോ ബന്ധത്തിനോ അതൊരു തടസ്സമാകാതിരിക്കാൻ ജെയിൻ ശ്രദ്ധിച്ചു. അവർ ഹെല്ലിയറുമായി അകൽച്ച പാലിച്ചു. പക്ഷേ 1980കളിൽ കാര്യങ്ങൾ വഷളായി. 1988 എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകം പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശസ്തി ആഗോള തലത്തിലേക്ക് ഉയർന്നു. എലൈൻ മേസൺ എന്ന തന്റെ നഴ്സുമായി ഹോക്കിങ്സ് അടുക്കുന്നത് ഇക്കാലത്താണ്. ഹോക്കിങ്ങിന്റെ ജീവിതത്തിന്റെ കേന്ദ്രമായി എലൈൻ മാറി. ജെയിനിന് സ്വന്തം സ്ഥാനം നഷ്ടപ്പെടുകയാണെന്ന് മനസ്സിലായി. എങ്കിലും അവർ അയാൾക്കൊപ്പം ഉറച്ചുനിന്നു. ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് ഹോക്കിംഗ് പറയുന്നതുവരെ. ജെയിനിന് വിവാഹമോചനം നടത്തിയ ആ വർഷം തന്നെ ഹോക്കിംഗ് എലൈനിനെ വിവാഹം കഴിച്ചു. ഞാൻ പ്രണയിക്കുന്ന സ്ത്രീയെ തന്നെ ഞാൻ വിവാഹം ചെയ്തു എന്നായിരുന്നു ഹോക്കിങ്സിന്റെ പ്രതികരണം. 1999 ജെയിൻ ഒരു ഓർമ്മ പുസ്തകം പുറത്തിറക്കി, മ്യൂസിക് ടു മൂവ് ദി സ്റ്റാർസ്. ഹോക്കിങ്ങുമായുള്ള വിവാഹവും വേർപിരിയലും വിഷയമായ പുസ്തകം വലിയ മാധ്യമ ശ്രദ്ധ നേടി. ജീനിയസിന്റെ വ്യക്തിജീവിതം അറിയാൻ എല്ലാവരും വലിയ താല്പര്യം കാട്ടി. എന്നാൽ ഹോക്കിംഗ് പ്രതികരണങ്ങളൊന്നും നടത്തിയില്ല. അദ്ദേഹം കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അകന്ന് എലൈന്റെ ലോകത്തേക്ക് മാത്രമായി മാറി. ഹോക്കിങ്ങിന്റെ എലൈനുമായുള്ള ബന്ധം ശുഭപര്യവസായി ആയിരുന്നില്ല. അദ്ദേഹത്തിന് ശാരീരിക മർദ്ദനം ഏൽക്കുന്നുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്ന ഘട്ടം വരെ എത്തിയിട്ടാണ് 2007 ആ ബന്ധം അവസാനിച്ചത്. ഹോക്കിംഗ് പരാതിപ്പെടാതിരുന്നത് കൊണ്ട് ആ കേസ് എങ്ങും എത്താതെ അവസാനിക്കുകയായിരുന്നു. എലൈനുമായി പിരിഞ്ഞ ഹോക്കിംഗ് പിന്നെ മക്കൾക്കൊപ്പമാണ് ശിഷ്ടകാലം ചിലവഴിച്ചത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.